ചോദ്യവും ഉത്തരവും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആരോടെ ചോദ്യം എന്താണ്? സങ്കീർത്തനം വായിക്കുമ്പോൾ ശേല എന്ന് കാണുന്നത് അതെന്താണ്? സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 150 അധ്യായങ്ങളാണ് സങ്കീർത്തനത്തിലുള്ളത്. 150 സങ്കീർത്തനത്തിൽ 71 തവണ സേല എന്ന പദം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഹബക്കൂക്ക് പ്രവചനത്തിലും സേല എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് സേല എന്ന് പറയുന്ന പദം. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ, സംഗീത ഉപകരണങ്ങൾ വായിക്കുമ്പോൾ സേല എന്ന പദം കാണുമ്പോൾ ആ സംഗീത ഉപകരണം അല്പം കൂടെ ഉച്ചത്തിൽ വായിക്കുക എന്നൊരർത്ഥമുണ്ട്. അതുകൂടാതെ സംഗീതം ആലപിക്കുമ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ സേല എന്ന പദം കാണുമ്പോൾ ആ പദം വരുമ്പോൾ ഉച്ചത്തിൽ പാടുക, സാധാരണ പാടിക്കൊണ്ടിരുന്നതിനേക്കാൾ ഉച്ചത്തിൽ പാടുക എന്നൊരർത്ഥമുണ്ട്. മൂന്നാമത്തെ അർത്ഥം, സേല എന്ന ഒരു പദം കാണുകയാണെങ്കിൽ പാടിക്കൊണ്ടിരുന്ന ആ സംഗീതം അവസാനിപ്പിച്ച് അല്പസമയം വിശ്രമിക്കാൻ വേണ്ടിയുള്ള സമയമാണെന്ന് കരുതപ്പെടുന്നു. ഇതാണ് സങ്കീർത്തനത്തിൽ കാണുന്ന സേല എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.